ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇത് ഇന്നലെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ അപ്പച്ചിയും മോളും ഒക്കെ വന്നിരുന്ന്, ചെറുമോനുമൊക്കെ. അങ്ങനെ ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ആ വിശേഷങ്ങളാണ് കൂട്ടുകാരോട് പങ്കുവയ്ക്കണത്. അപ്പോൾ ഞാൻ രാവിലെ ചോറൊക്കെ വെച്ച് ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവർ ഉച്ചയൊക്കെ ആവാറാവണതിന് മുമ്പാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഒരു ചട്ടി വെച്ച് കൂട്ടുകാരെ. ആ ചട്ടി പൊട്ടിപ്പോയി. രണ്ടാമത്തെ ചട്ടിയാണ് കേട്ടോ ഗ്യാസ് അടുപ്പിൽ വെച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനും ചിക്കൻ കറി ഇന്ന് വെക്കുന്നത് തേങ്ങ വറുത്തരച്ചാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത്. എണ്ണ ചൂടായപ്പോൾ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, നമ്മുടെ ജാതിപ്പൂ ഉണ്ടല്ലോ അത് ഒരു കഷ്ണവും കൂടെ ഇട്ട് ഞാൻ ഇട്ട് കൊടുത്തേ നമ്മളുടെ എണ്ണയിലേക്ക്. അതൊന്ന് പൊട്ടിയപ്പം ഞാൻ കുറച്ച്, നമുക്ക് ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, ഒരു പിടി തേങ്ങ നമ്മളുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത്. ഇനി ഈ തേങ്ങ ഈ എണ്ണയിൽ കിടന്ന് നല്ല ബ്രൗൺ നിറം ആവണം കേട്ടോ. എന്നാലാണ് നമ്മളുടെ കറിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണത്. തേങ്ങ എത്രത്തോളം നല്ല ബ്രൗൺ നിറാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ബ്രൗൺ നിറാക്കണം കേട്ടോ, വറുത്ത് എടുക്കണം. അപ്പം നേരെ ഇത് അപ്പച്ചിരി മൂത്ത മകനാണ് കേട്ടോ. മോൻ്റെ പേര് എബി എന്നാണ് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത മോൻ സുഖി ഓടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, വീട്ടിൽ ഇരിക്കേണ്ട, കോളേജൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു നമ്മുടെ ചിക്കൻ കറിയിലേക്ക്. ഇനി അതൊന്നും ഡ്രൈ ആയപ്പോൾ ഞാൻ നമ്മുടെ കൊച്ചുള്ളി, ഇതൊരു 150 ഗ്രാം കൊച്ചുള്ളി ഉണ്ട് കേട്ടോ, തൊലിച്ചതും കൂടെ ചേർത്ത് കൊടുത്തേ. അപ്പോൾ അതും കൂടെ അവിടെ ഒന്ന് വഴറ്റി വരണ സമയത്ത് ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അര ടീസ്പൂൺ അടുപ്പിച്ചൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇനി മുളക് പൊടിയും മല്ലിപ്പൊടി നമുക്ക് തട്ടണം. അപ്പോൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, നമ്മളുടെ പിരിയ മുളക് പൊടിയാണ് കേട്ടോ, അത് ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ മാറ്റി എടുക്കണം കേട്ടോ. ഇനി ഇത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് അരച്ചാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ, മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ മണമൊക്കെ മാറി നല്ല ഡ്രൈ ആയി കിട്ടിയപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്ത്. അത് തണുത്താലല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കണ സമയത്ത് നമ്മുടെ മിക്സിയിൽ നിന്ന് അതൊക്കെ തെറിച്ച് പുറത്തോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒന്ന് തണുക്കാൻ വേണ്ടി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് കേട്ടോ. ഇനി ആ ചട്ടിയിൽ തന്നെ ഞാനും നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കും. ചട്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, കഴുകേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മളുടെ ചിക്കൻ്റെ വേണ്ട അരപ്പ് നമ്മൾ വഴറ്റിയതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഒരു തക്കാളിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്ത് നമ്മുടെ എണ്ണ ചൂടാവണ നേരം കൊണ്ട് നമുക്ക് അരിയാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ തക്കാളി ഒന്ന് അരിഞ്ഞ് 2 കൊത്ത് കറിവേപ്പിലയും കൂടെ നമുക്ക് വേണം. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത്, തക്കാളി ഒന്ന് വെന്ത് വരണം കേട്ടോ, വെന്തൊന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം. അപ്പം എങ്കിലേ നമ്മുടെ ചിക്കനിലോട്ട് അതിൻ്റെ പുളിയും ഇതൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് വെന്ത് ഉടഞ്ഞ് വന്ന് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത്, ഇനി ഞാൻ ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കനും കൂടെ നമ്മളുടെ തക്കാളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെക്കാത്ത കൂട്ടുകാരൊന്നും കൊണ്ട് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനൊന്ന് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ, നമ്മളുടെ ചിക്കൻ്റെ ആവശ്യത്തിനുള്ള. അപ്പോൾ അതും കൂടെ ഇട്ട് ഞാൻ ഇളക്കി ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി അത് അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് സിന്ധു എന്നാണ് കേട്ടോ പേര്. അപ്പോൾ സിന്ധുവിൻ്റെ ഇത് ഞാൻ പറഞ്ഞ, സിന്ധു അവിയലിന് അരിഞ്ഞു തരുമെന്ന് കേട്ടോ. അപ്പോൾ സിന്ധു പറഞ്ഞ് അതിനെന്തിപ്പം ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സിന്ധു അവിയലിന് അരിയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവിയലിന് ഒരാൾ അരിയുന്നുണ്ട്. ഞാൻ ചിക്കൻ കറിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഏകദേശം
അതിൻ്റെ ഇതൊക്കെ ഞാൻ തീ കുറച്ച് വെച്ചിരുന്നത് ഓർമ്മിക്കാതെ കേട്ടോ. അപ്പോൾ ഇപ്പം ഇച്ചിരി തീയൊക്കെ ഇത്തിരി കൂട്ടി വെച്ച് കൊടുത്ത് ഇനി എല്ലാവരും കൂടുമ്പോഴേ ഒരു സന്തോഷം നമുക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആരും വരില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുള്ളൂ. അന്ന് നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇതൊക്കെയാണ്. എന്തെന്നില്ലാത്ത ഒരു എന്ത് പറയാനാ, കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇച്ചിരി ഉപ്പും കൂടെ നമ്മുടെ ചിക്കനിൽ ഇട്ട് കൊടുത്ത്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ അപ്പച്ചി, സൂപ്പറായിട്ടും അച്ചാറൊക്കെ ഇടും കേട്ടോ. ഇത് മാങ്ങ കൊഞ്ച് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾക്ക് മാങ്ങ അച്ചാറ്, കൊഞ്ചച്ചാറ്, നെത്തോലി കരിവാട് ചമ്മന്തി, പിന്നെ കപ്പ വറുത്തതുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് വന്നപ്പം. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടെന്നുള്ള അരപ്പൊക്കെ ഞാൻ കൊണ്ടുപോയി ഇന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്ത് കിട്ടി. അപ്പോൾ ഞാൻ നമ്മളുടെ ചിക്കനിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കൂട്ടുകാർ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറി, ഈ തേങ്ങ അരച്ച ഒരു കറി. ഇത് പണ്ട് എൻ്റെ കൊച്ചിയിലെ എൻ്റെ അച്ചാമ്മ, അതായത് പപ്പയുടെ അമ്മ ഇങ്ങനെ ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതിലാണ്, അതായത് ആ ഒരു ഓർമ്മയുണ്ടല്ലേ, പപ്പാമ്മ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം, ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ആ ഓർമ്മയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ചിക്കൻ കറിക്ക് അരപ്പെടുത്തത്. അപ്പോൾ അരപ്പ് ഞാൻ അരച്ചത് ചേർത്ത് കൊടുത്തപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ചിക്കൻ കറി അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ചേട്ടൻ പുറത്ത് പോയി മാങ്ങയും ആപ്പിളും തണ്ണിമത്തങ്ങയും മുന്തിരി, പച്ചമുന്തിരി, നാരങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് ചേട്ടൻ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ അവിയൽ ഒരു സൈഡ് ഇരിപ്പുണ്ട്, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്ക്, നമുക്കിപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് മാങ്ങ അരിയാൻ കൊടുത്ത്. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരെ പോലെയാണ് കേട്ടോ ഇയാളും ഞാനും. എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ അവളുമായിട്ട് നിന്നുള്ള പാചകം. അപ്പോൾ ഞാനും പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. വലിയമ്മ, ഞാൻ വിളിക്കുന്നത് വലിയമ്മ എന്നാണ് കേട്ടോ. വലിയമ്മ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ, എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ ഭാര്യ വന്നിട്ട് അപ്പച്ചീര ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് കേട്ടോ കൂട്ടുകാരി. അങ്ങനെ ഒരു ബന്ധം കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാനും ചേട്ടനും മുറച്ചെറുക്കനും മുറപ്പെണ്ണാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് 2 ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുളിശ്ശേരിയൊക്കെ ആക്കിയ സമയം കൊണ്ട് സിന്ധുക്കുട്ടി കൊണ്ടുപോയി മാങ്ങയൊക്കെ എല്ലാവർക്കും കൊടുത്ത്, എന്നിട്ട് എൻ്റെ കൂടെ അടുക്കളയിൽ അവിടെയൊക്കെ ഒന്ന് ഒതുക്കാൻ വന്നു. അപ്പോൾ ഞാനും നമ്മളുടെ അവിയലിന് തേങ്ങയില്ലായിരുന്നു കൂട്ടുകാരെ, അവിയൽ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളിശ്ശേരിക്ക് തേങ്ങ എടുത്തപ്പോൾ അവിയലിന് തേങ്ങ ഇല്ലാതായി. അപ്പോൾ ഞാനൊന്ന് തേങ്ങ പൊട്ടിച്ചൊന്ന് തേങ്ങ തിരുവാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ജോലിയിലോട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി വീഡിയോ എടുക്കണത് എങ്ങനെയാണ്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് കുശലമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എബിക്കിന് വെള്ളം വേണമെന്ന് പറഞ്ഞു കേട്ടോ വന്നിട്ട്. ഇവിടെ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ നമ്മളവിടെ ഇപ്പം. അപ്പം ഞാൻ അവന് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തപ്പോൾ ചൂട് വെള്ളം തിളപ്പിച്ച് ആറ്റിയതുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് സാധാ പച്ചവെള്ളം മതിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ വെള്ളം എടുത്ത് കൊടുത്തു കുടിക്കാം. എന്നിട്ട് ഞാനും അവളും കൂടെ ഇട്ട് അങ്ങ് എന്തൊക്കെ വീട്ടുവിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. അതിന് ഞാൻ പറഞ്ഞേ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പം ഇന്ന് വിളിച്ച് പറഞ്ഞു ഇന്ന് നമ്മളങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ സാധാരണ നമ്മളെ വീട്ടിൽ നമ്മളെ ഈ കുടുംബത്തിലുള്ളതായതുകൊണ്ട്, ഞങ്ങൾ വിവാഹം കഴിച്ചത് കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് നമ്മളെ കുടുംബം എല്ലാം ഒന്നല്ലേ. അപ്പോൾ നമുക്കും പുറത്തുനിന്ന് നമ്മുടെ അവിടെ വല്ലപ്പോഴൊക്കെ ഗസ്റ്റുകൾ വരുള്ളൂ. കുടുംബത്തിലുള്ളവരാണ്. ഇതിപ്പോൾ ഇവർ താമസിക്കണ ഈ അപ്പച്ചി താമസിക്കുന്നത് വെട്ടുകാടാണ്. അപ്പം വെട്ടുകിടന്നാണ് അവർ ഇവിടെ ഇപ്പോൾ വന്നത് നമ്മളെ വലിയോറയിൽ. അപ്പോൾ നമ്മൾ അവിയലിനുള്ള അരപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ, നല്ല കട്ടി തൈരായിരുന്നു കേട്ടോ. 150 രൂപയാണ് ഒരു ടിന്ന് കേട്ടോ, ഇത്തിരി വലുതായിരുന്നു. അപ്പം അത് നമ്മൾ കുറച്ച് ദിവസം വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് തൈരും കൂടെ നമ്മൾ അവിയലിൽ ചേർത്ത് കൊടുത്തേ കൂട്ടുകാരെ. ഈ അവിയലിനെ വാഴക്കയും ക്യാരറ്റും ഇല്ലായിരുന്നു കേട്ടോ, വാഴക്കയും ക്യാരറ്റും ഇല്ലാതെ നമ്മൾ അവിയൽ ഉണ്ടാക്കിയത്. നമുക്ക് പച്ചക്കറി എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അവിയലിന് കായും
ക്യാരറ്റും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം എന്നെ സഹായിക്കാൻ നിന്ന് എൻ്റെ കയ്യാൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ, കായും വെള്ളരി ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും അവിയൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ പുളിശ്ശേരിക്ക് തൈര് പുളിശ്ശേരിക്ക് നമുക്ക് കടുക് വറുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ അതിനും കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്ത്. ഇനി അവിടെയൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ട് കുറേ ഭാഗങ്ങളൊക്കെ. ഇന്ന് രാവിലെ മുതൽ അങ്ങും എല്ലാം കിടക്കില്ല. അപ്പം നമ്മളിന്ന് ചോറ്, അവിയൽ, നമ്മുടെ മോര് കറി, ചിക്കൻ കറി, ഇത്രയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഇന്ന് സാധാരണ ഇതിൽ. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ മോനാണ്. മോനും കൂടെ രാവിലെ വീട്ടിൽ വന്നിരുന്ന് മോൻ പൂച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും അവരൊക്കെ അവിടെ ഇരുന്നിട്ട് തമാശയും പണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോനും അവിടെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിക്കേണ്ട സമയമൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ചോറും ഇതൊക്കെ കൂടെ ഇവർ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അപ്പച്ചി ഇറച്ചി മീനൊന്നും കഴിക്കൂല. അപ്പോൾ ഞാൻ ഒരു മുട്ട പൊരിച്ച് ഉള്ളിയൊക്കെ കുറച്ചിട്ട് പൊരിച്ച് കൊടുത്തു. അപ്പോൾ അനിയത്തിരി ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ മോനെ വിളിച്ച് ഇവരെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവരും എണീറ്റ് എല്ലാവരുമായിട്ട് ഇരുന്നു നമ്മൾ ഉച്ചത്തെ അടിപൊളിയായിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഞായറാഴ്ച ഹാപ്പി ഞായറാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വീണ്ടും അവരെ കൂടെ വന്നിരുന്ന് അങ്ങനെ ചോറൊക്കെ കഴിച്ചപ്പോൾ വൈകുന്നേരം ആയി കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കൊണ്ടുവന്ന് നമ്മുടെ കുറച്ച് മാങ്ങ തന്നിട്ട്, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി കുറച്ച് മാങ്ങ കൊണ്ട് തന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാങ്ങ അപ്പച്ചിക്കൊക്കെ കൊടുത്ത് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇട്ട് ഇങ്ങനെ ഓട്ടോയ്ക്ക് കാത്ത് റോട്ടിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. നിന്ന സമയത്താണെങ്കിൽ വണ്ടികളൊന്നും വരുന്നില്ല കേട്ടോ. വെട്ടുകാടെന്ന് പറഞ്ഞപ്പോൾ ആരും ഓട്ടം നിർത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സുകളും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് കേട്ടോ പോണത്. അപ്പം ഇത് ശംഖുമുഖത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടനും കൂടെ ആയിട്ട് കാറിൽ അവരുമായിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് വെട്ടുകാട്. അങ്ങനെ പോണ വഴിക്ക് ശംഖുമുഖത്തുള്ള തിരക്കാണ് കേട്ടോ കൂട്ടുകാരെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിൻ്റെ അത്രയ്ക്ക് തിരക്ക്. വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല റോഡിൽ. പിന്നെ ആൾക്കാർ മൊത്തം. ഇവിടെ ഒരു കോവിലുണ്ട് കേട്ടോ ശംഖുമുഖത്ത്, ഒരു ദേവിയുടെ ഒരു കോവിലുണ്ട്. ശംഖുമുഖത്ത് വന്നവർക്ക് അറിയാം കോവിലിൽ. അപ്പം അവിടെ എന്തോ ഇതാണ്, കോവിലൊക്കെ വന്നവരും കൂടെ കാണുമെന്ന് തോന്നുന്നു. ഭയങ്കര ബ്ലോക്ക് കൂട്ടുകാരെ, ശരിക്കും ബ്ലോക്ക് ശംഖുമുഖത്ത്. അപ്പം നമ്മളിങ്ങനെ പയ്യാണ് വണ്ടി ഇങ്ങനെ നീക്കി പോകുന്നത്. മറ്റുള്ളവർക്ക് ഒരു സ്പീഡിൽ പോയി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പം കണ്ടല്ല, ഇത് കണ്ടല്ലോ പോലീസുകാരും ആൾക്കാരും ഒക്കെ റോട്ടിൽ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട് ശംഖുമുഖത്ത്. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് വെട്ടേട് കൊണ്ടുവന്ന് ആക്കാന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ, നമ്മളുടെ വലത് സൈഡാണ് അവിടുത്തെ കോവിലെന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ കോവിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന റോട്ടിൽ തന്നെ കണ്ടല്ലോ ഒരു ആർച്ച്, അവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗി നല്ല ചന്തമുള്ളൊരു ദേവിയാണ് കേട്ടോ അവിടുത്തെ ആ ഫ്രണ്ടിൽ കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെട്ടേട് പള്ളിയിലൊക്കെ പോയി മാസൊക്കെ കണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.